Hello, my dear students. Welcome back to Business Regulations, Module 1 Business Law. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു essay ആണ്. That is the essentials of consideration. Consideration something in return നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? നമുക്ക് ഏകദേശം ഒരു 9 എസെൻഷ്യൽസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൺസിഡറേഷൻ എപ്പോഴും നമ്മുടെ പ്രോമിസറുടെ ഡിസയർ അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അതായത് നമ്മുടെ കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസ് വഹിക്കുന്നത്, ഒരു പ്രോമിസ് തരുന്നത് ആരാണ്? പ്രോമിസറാണ്. അപ്പം ആ പ്രോമിസർ ആ തരുന്ന പ്രോമിസ് സ്വീകരിക്കുന്നത് പ്രോമിസിയാണ്. അപ്പം ആ പ്രോമിസ് സ്വീകരിക്കുമ്പോൾ അതിന് എന്താണോ റിട്ടേൺ ആയിട്ട് വേണ്ടത്, അതിന് പകരമായിട്ട് വേണ്ടത്, അത് പ്രോമിസർ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ആ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു പ്രോമിസറുടെ ഡിസയർ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഫോം ചെയ്യണം. അപ്പോൾ ആ ഡിസയർ പ്രോമിസർ ഒന്നില്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ പറയുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പേഴ്സൺ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ മകൻ മിസ്സിങ് ആണ്. അപ്പോൾ പേഴ്സൺ വൈ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആരോടും ചോദിച്ചൊന്നുമില്ല, ഇങ്ങനെ പേഴ്സൺ എക്സിൻ്റെ മകൻ മിസ്സിങ് ആണെന്ന് കേട്ടപ്പോൾ അയാൾ പേഴ്സൺ വൈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പേഴ്സൺ എക്സിൻ്റെ മകനെ അന്വേഷിച്ചു പോകുന്നു. അപ്പം ഈ പേഴ്സൺ വൈക്ക് പേഴ്സൺ എക്സിൽ നിന്നും യാതൊരു റെമ്യൂണറേഷനും ചോദിക്കാനുള്ളൊരു അവകാശമില്ല. കാരണം പേഴ്സൺ എക്സിൻ്റെ മകനെ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ, കാരണം പേഴ്സൺ എക്സിൻ്റെ ഡിസൈർ അനുസരിച്ചിട്ടല്ല പേഴ്സൺ എക്സിൻ്റെ മകനെ അന്വേഷിച്ചു പോയത്, ഇല്ലേ? പേഴ്സൺ എക്സ് പേഴ്സൺ വൈയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന നമ്മുടെ പേഴ്സൺ വൈയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആക്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പേഴ്സൺ എക്സിൻ്റെ ഡിസയറോ റിക്വസ്റ്റോ ഇല്ലാതെയാണ് പേഴ്സൺ വൈ ആക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഒരു എസെൻഷ്യൽ പറയുന്നത് ദ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ടു ഓർ എനി അതർ പേഴ്സൺ. അതായത് ഇപ്പം പ്രോമിസിയാണ് എന്ത് ചെയ്യേണ്ടത്? കൺസിഡറേഷൻ തരേണ്ടത്. അപ്പം ചിലപ്പോൾ പ്രോമിസിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് അത് കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഹൂ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പ്രോമിസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോൺട്രാക്റ്റിൽ നമ്മളുടെ പ്രോമിസർക്ക് കൺസിഡറേഷന് വേണ്ടിയിട്ട് ആ തേർഡ് പാർട്ടിയുടെ അടുത്തും ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ പറയുന്ന കൺസിഡറേഷൻ പ്രോമിസിയുടെ തേർഡ് പാർട്ടി, പ്രോമിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയും വേണമെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ കൺസിഡറേഷൻ പ്രോമിസി തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എസെൻഷ്യൽ പറയുന്നത് കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസൻ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അതായത് ഒരു വരാൻ പോകുന്ന പ്രോമിസിന് മുൻകൂട്ടി തന്നെ ഒരു കൺസിഡറേഷൻ കിട്ടുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് കൺസിഡറേഷൻ ആദ്യം കിട്ടുക, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോമിസ് പിന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പാസ്റ്റ് കൺസിഡറേഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം എക്സ് എന്ന് പറഞ്ഞ ആൾ വൈ എന്ന് പറഞ്ഞ ആൾ എക്സിൻ്റെ മകനെ കാണാനില്ല, എക്സിൻ്റെ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പം എക്സ് എന്ത് പറഞ്ഞു? വൈൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. വൈ ആ എക്സിൻ്റെ മകനെ രക്ഷപ്പെടുത്തി. ഓക്കെ, ഇത് നടന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 17-ാം തീയതി എക്സ് എന്ത് പറയുന്നു? വൈനോട് അന്ന് രക്ഷപ്പെടുത്തിയതിന് 5,000 റുപ്പീസ് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വൈ ഓൾറെഡി ചെയ്തിട്ടുള്ള ആ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ പ്രോമിസർ കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നത് പ്രോമിസ് കൊടുക്കുന്ന അതേ സമയത്താണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം
ഈ പറയുന്ന പ്രോമിസും കൺസിഡറേഷനും ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടാവും. ഇപ്പോൾ നോക്കൂ, എക്സ് ആൻഡ് വൈ. ഇതിൽ എക്സ് എന്ത് ചെയ്യുന്നു, അയാളുടെ ബൈക്ക് അയാൾ വൈ എന്ന് പറഞ്ഞ പേഴ്സണ് 50,000 റുപ്പീസിന് വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എക്സ് എന്ത് ചെയ്തു, എക്സിൻ്റെ ബൈക്ക് വൈക്ക് കൊടുക്കുന്നു. വൈ അപ്പം തന്നെ അതിൻ്റെ പൈസ കൺസിഡറേഷനായിട്ട് എക്സിന് കൊടുക്കുന്നു. ഇത് പ്രസൻറ്റ് കൺസിഡറേഷനാണ്. അതുപോലെ നമ്മളുടെ ഈ പറയുന്ന കൺസിഡറേഷൻ ഒരു ഫ്യൂച്ചർ പ്രോമിസിന് വേണ്ടിയിട്ട്, അതായത് പ്രോമിസും കൺസിഡറേഷനും രണ്ടും ഫ്യൂച്ചർ ആവുക, അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ. അപ്പോൾ എക്സ് എന്ത് ചെയ്തു വെച്ചാൽ വൈയുടെ കുട്ടീനെ നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി അവിടെ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന എക്സ്പെൻസസ്, ഈ കുട്ടീനെ നോക്കാനായിട്ട് വരുന്ന എക്സ്പെൻസസ് എല്ലാം പിന്നീട് വൈയിൽ നിന്നും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രോമിസും കൺസിഡറേഷനും രണ്ടും ഫ്യൂച്ചറിൽ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. ഇപ്പം ഈ പറയുന്ന പോലെ ഉചിതമായിട്ടുള്ള കൺസിഡറേഷൻ വേണം നിർബന്ധമില്ല. നമ്മുടെ പ്രോമിസർ എന്താണോ ഡിസൈർ ആയിട്ട് കാണുന്നത് അത് കൺസിഡറേഷനായിട്ട് കിട്ടിയാൽ മതി. അത് വാല്യൂ കുറച്ചാവാം വലുതാവാം അങ്ങനെ. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോമിസിന് അതേ സമാനമായിട്ടുള്ള കൺസിഡറേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു കൺസിഡറേഷൻ ചെറുതാണെങ്കിലും കൊടുത്തിരിക്കണം. അത് നമ്മുടെ പ്രോമിസറുടെ ഡിസൈറിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അതാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, പേഴ്സൺ എ ആൻഡ് ബി. പേഴ്സൺ എ അയാളുടെ 25,000 രൂപയുടെ ഒരു മൊബൈൽ ഫോണ് പേഴ്സൺ ബിക്ക് വെറും 2,000 രൂപയ്ക്ക് കൊടുക്കുകയാണ്, ഒരു പേഴ്സണലായിട്ടുള്ളൊരു റിലേഷൻ്റെ പുറത്ത്. അപ്പം പേഴ്സൺ എക്ക് 2,000 രൂപ മതി. അതാണ് ഒരു കൺസിഡറേഷൻ പേഴ്സൺ എ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ബി കൊടുത്താൽ മതി. അപ്പോൾ വെറുതെ കൊടുക്കുന്നതിലും ഭേദം ഒരു ചെറിയ എമൗണ്ടിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് പറയുന്നത്, കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണം നിർബന്ധമില്ല. അത് നമ്മുടെ പ്രോമിസറുടെ ഡിസൈർ അനുസരിച്ച് ചെറുതായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആയിരിക്കണം, റിയൽ ഫാക്റ്റ് ആയിരിക്കണം. അത് ഇല്യൂസറി ആവരുത്, അത് ജസ്റ്റ് ഒരു ഇമാജിനേഷനിലുള്ളതായിരിക്കരുത്. അപ്പം കൺസിഡറേഷൻ അൺറിയലോ ഇല്യൂസറി ആവുകയാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ്, നമുക്ക് ലീഗലി ആൻഡ് ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ അൺസേർട്ടൺ ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ ആബ്സെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് റിയലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കൺസിഡറേഷൻ നമുക്ക് റിയൽ കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് വാലിഡ് ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുന്നത്, എ ആൻഡ് ബി രണ്ടാൾക്കാർ. എ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീനോട് പ്രോമിസ് ചെയ്യാണ്, ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ മല നീ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 10,000 റുപ്പീസ് തരാമെന്ന്. ആക്ച്വലി മെയ്ഡ് എ എന്ന് പറഞ്ഞ ആ പേഴ്സൻ്റെ പ്രോമിസ് ഒരിക്കലും സാധ്യമല്ല, അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ ഇൻവാലിഡ് ആണ്. അതുപോലെ കൺസിഡറേഷൻ എപ്പോഴും നിയമത്തിന് നിരക്കുന്നതായിരിക്കണം, ഒരിക്കലും നിയമത്തിന് നിരക്കാത്തതാവരുത്. നിയമത്തിന് നിരക്കാത്തതാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിയമം എന്തെങ്കിലും ഒരു കാര്യം നിയമം വിലക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളിത് നടപ്പിലാക്കുന്നത് കൊണ്ട് നിയമത്തിനെ നമ്മൾ പാലിക്കാതിരിക്കുന്നത്, അതുപോലെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതുപോലെ കോർട്ട് ക്രിമിനലായിട്ട് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് പോളിസിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അൺലോഫുള്ളാണ്. അതൊന്നും അല്ലാതെ ലോഫുള്ളായിരിക്കണം കൺസിഡറേഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, പേഴ്സൺ എ ആൻഡ് ബി. പേഴ്സൺ എ എന്താ വെച്ച് കഴിഞ്ഞാൽ ബിക്ക് പ്രോമിസ് കൊടുക്കുകയാണ്, പബ്ലിക് സർവീസ് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുത്തിട്ട് ബിയുടെ കയ്യിൽ നിന്നും 10,000 റുപ്പീസ് വാങ്ങിക്കുകയാണ്. ആക്ച്വലി ഇതൊരു അഗ്രിമെൻറ്റോ അഗ്രിമെൻ്റ് അല്ല, ഇത് വോയിഡ് ആയിട്ടുള്ള അഗ്രിമെൻ്റാണ്. അതുപോലെ കൺസിഡറേഷൻ അൺലോഫുള്ളാണ്. ശരിക്കും പറഞ്ഞ ഒരു ബ്രൈബാണ് അയാൾ വാങ്ങിച്ചത്. ഇനി ലാസ്റ്റ് എസെൻഷ്യലാണ്, അതായത് കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഇസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു. ഒരു പ്രോമിസിന് ഒരു കൺസിഡറേഷൻ, അല്ലാതെ ഇപ്പോൾ ഒരു പ്രോമിസിന് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് ആ കൺസിഡറേഷൻ ഇനി അടുത്തൊരു പ്രോമിസിന് വേണ്ടി ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്.
ആ ഒരു കൺസിഡറേഷനിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോമിസ് തന്നെ വരുള്ളൂ, അല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള വേറെ പ്രോമിസ് ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, പേഴ്സൺ എ ആൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അയാൾക്ക് ആ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് സാലറി കിട്ടുന്നു. സാലറി എന്നുള്ളത് അയാളുടെ കൺസിഡറേഷനാണ്. അപ്പം അയാൾക്ക് അങ്ങനെ സാലറി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അവിടെ ജോലി ചെയ്യണം എന്നുള്ള ഒരു ബാധ്യത അയാൾക്ക് കിട്ടുന്നു. അപ്പം അപ്പോൾ ഈ എംപ്ലോയർ അയാൾക്ക് സാലറി പേ ചെയ്യണം എന്നുള്ളത് പ്രോമിസ് ചെയ്തേക്കാണ്, അത് പേ ചെയ്യുന്നു. അതല്ലാതെ വേറെ അഡീഷണൽ ആയിട്ടുള്ള വേറെ സാലറി ഒന്നും അയാൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് വരുന്നത്. അപ്പം നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, 3 തരത്തിലുള്ള കൺസിഡറേഷൻ ഉണ്ട്. പ്രസൻറ്റ് കൺസിഡറേഷൻ, ഫ്യൂച്ചർ കൺസിഡറേഷൻ ആൻഡ് പാസ്റ്റ് കൺസിഡറേഷൻ അല്ലേ. പ്രസൻറ്റ് കൺസിഡറേഷനിൽ എന്താണ്, നമ്മളുടെ കൺസിഡറേഷനും പ്രോമിസും ഒരേ സമയത്ത് തന്നെ നടക്കുന്നതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കൺസിഡറേഷനും പ്രോമിസും രണ്ടും ഫ്യൂച്ചറിൽ നടക്കാൻ പോണതേ ഉള്ളൂ, അതിനെയാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ആദ്യം കൺസിഡറേഷൻ, അത് കഴിഞ്ഞിട്ട് പ്രോമിസ് ഉണ്ടാവുക, അതിനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പാസ്റ്റ് കൺസിഡറേഷൻ ഇല്ല. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് കൺസിഡറേഷൻ ഇംഗ്ലീഷിൽ ഇല്ല എന്നുണ്ടെങ്കിലും പ്രോമിസർ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മുടെ പ്രോമിസിക്ക് നിർബന്ധമായിട്ട് പാസ്റ്റ് കൺസിഡറേഷൻ ഇംഗ്ലീഷ് ലോയിൽ ആവാം എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ ഉണ്ട്.